Hi everyone, welcome back to Veranda Race. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് IBBS അതുപോലെ തന്നെ SBA PO 2025 ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആണ്. നമ്മൾ ഒരു ക്ലാസ് പോയിട്ടുണ്ടാവും സ്വാലി സാറിൻ്റെ. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് അതായത് ഒരു പ്രിലിമിനറി മോക്ക് ടെസ്റ്റ് എടുക്കുന്നു. അത് നമ്മൾ അനാലിസിസ് ആയിട്ട് നിങ്ങളുടെ മുൻപിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റിൽ ഇപ്പോൾ SBA POയുടെ ഒരു പ്രിലിമിനറി മോക്ക് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്കിപ്പോൾ കോണ്ട് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ റീസണിങ്ങിലും 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഡയറക്റ്റ്ലി ലൈവായിട്ട് തന്നെ നമ്മൾ ഈ 30 ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് സൊല്യൂഷൻസ് എങ്ങനെയാണ് ഈസിലി ചെയ്യാൻ പറ്റുക, എത്ര എളുപ്പത്തിൽ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതിൽ ടൈമറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡ്സ് വെച്ച് നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളും ശ്രമിക്കുക. നമ്മളും അതിനൊപ്പം അതിൻ്റെ ആൻസേഴ്സ് എക്സ്പ്ലനേഷൻ ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെ ഉറപ്പായിട്ട് നമുക്കറിയാം IBBS PO അതുപോലെ തന്നെ SBA PO നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ ലൈവാണ്. നമ്മൾ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ എക്സാംസിന് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രിലിമിനറി നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെ, ഒരു മോക്ക് ടെസ്റ്റ് എന്നല്ല, നമ്മൾ ഉറപ്പായിട്ട് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ലൈവ്ലി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളുടെ ഒപ്പം ചെയ്യുമ്പോൾ ആ ടൈമറിനുള്ളിൽ നിങ്ങൾ ചെയ്ത് തീർക്കാൻ നോക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസും കിട്ടും. ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആകുവാണെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ള സൊല്യൂഷനും ഉടൻ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഷോർട്ടായിട്ട് ഇപ്പം നിങ്ങൾ ചെയ്ത മെത്തേഡായിരിക്കത്തില്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ എത്രയും എളുപ്പമായിട്ട് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ മെത്തേഡും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിനുള്ളിൽ പോവാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ളത്. കോണ്ടിൻ്റെ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് 1 അവറിൽ പോകാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ കവർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം ഇതിന് ഉറപ്പായിട്ടും 30 സെക്കൻഡ്സിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. കേസ് സ്റ്റഡി ഫുള്ളി റീഡ് ചെയ്യണം. റീഡ് ചെയ്ത് അതിനൊരു ടാബ്ലർ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലേ, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഒരിക്കൽ ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക. റീഡ് ഔട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാബ്ലർ കോളമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഫോം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളതെന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് സ്കൂൾസ് ABC എന്ന് പറയുന്ന 3 ഡിഫറെൻറ്റ് സ്കൂൾസിലെ ഓരോ അതായത് സ്റ്റുഡൻസ് ഡിഫറെൻറ്റ് അതായത് ഈച്ച് സ്റ്റുഡൻസ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ എനി വൺ ഓഫ് ദ ആക്ടിവിറ്റീസ് ലൈക്ക് സിംഗിങ്, ഡാൻസിങ് ആൻഡ് പ്ലേയിങ്. അതായത് ABC എന്ന് പറയുന്ന 3 സ്കൂൾസ് അതിൽ സിംഗിങ്ങും ഡാൻസിങ്ങും പ്ലേയിങ്ങും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നെക്സ്റ്റ് ആണ് നമുക്ക് ഓരോ വാല്യൂസ് അല്ലെ വാല്യൂസ് ആയിട്ട് തന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് ടേബിളർ ഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ABC എന്ന് പറയുന്ന 3 സ്കൂൾസ് എടുത്തു. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ 3 സ്കൂളിലെയും സ്റ്റുഡൻസിന് 3 ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റഡ് ആണ്. അതാണ് നമുക്ക് സിംഗിങ്, ഡാൻസിങ് ആൻഡ് പ്ലേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടേബിൾ കോളം ഫോം ചെയ്യുക. ദെൻ അതിൽ നിന്ന് ഡീറ്റെയിൽസിനെ റീഡ് ചെയ്യുക. ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് റീഡ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ആദ്യം ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിവിറ്റീസ് ഈസ് 180. അപ്പോൾ ഈ 3 സ്കൂൾസിലെയും ഈ 3 ആക്ടിവിറ്റീസും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എടുക്കാം. ടോട്ടൽ 180 ആണ് നമുക്ക് കേസ് സ്റ്റഡിയിൽ ഗിവൺ ആണ്. നെക്സ്റ്റ് അടുത്ത് പറയുന്നത് ആൻഡ് ഓർ ഇൻ ദ റേഷ്യോ 2:3:4 റെസ്പെക്റ്റീവ്ലി ഓഫ് സ്കൂൾസ് A, B and C. അല്ലേ, അപ്പോൾ ഈ 3 ആക്ടിവിറ്റീസും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 3 സ്കൂൾസിലെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ടോട്ടൽ സ്റ്റുഡൻസ് 180 തന്നിട്ടുണ്ട്. ഇതിൽ സ്കൂൾ Aയിൽ എടുക്കുവാണെങ്കിൽ അവിടുത്തെ റേഷ്യോ 2, Bക്ക് 3, Cക്ക് 4. ഈ 3 ആക്ടിവിറ്റീസും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലേ, അതായത് Aയിൽ ഉള്ള ടോട്ടൽ സ്റ്റുഡൻസ്, Bയിലുള്ള ടോട്ടൽ സ്റ്റുഡൻസ്, Cയിലുള്ള ടോട്ടൽ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കറിയാം റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ റേഷ്യോയുടെ സമ്മാണ് ടോട്ടൽ വാല്യൂ എന്ന് എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോയുടെ സം എടുക്കുമ്പോഴോ 2 + 3 + 4 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 9 കിട്ടുന്നു. ആ 9 റേഷ്യോ ആണ് നമുക്ക് എന്തെന്ന് എടുക്കാം? 180 എന്നെടുക്കാം. എടുത്തൂടേടാ, എടുക്കാം. അതായത് 2:3:4 റേഷ്യോയിലാണ് നമുക്ക് ABCയിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ വാല്യൂസ് തന്നിട്ടുള്ളത്. അതിന് മുൻപേ തന്നെ ഒരു ഡീറ്റെയിൽസ് ആ സ്കൂളിലുള്ള ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 180 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ആ 9 റേഷ്യോ 180 ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു റേഷ്യോ നമുക്ക് എത്രയാണെന്ന് കിട്ടും? ഒരു റേഷ്യോ എത്രയാണെന്ന് കിട്ടും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 9 × എത്ര ചെയ്താലാണ് 180? അപ്പം 9 × 20 ചെയ്താലാണ് 180 കിട്ടുക. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറയുന്നത്
20 ആണ് അല്ലേ, അല്ലെങ്കിൽ 180 ഡിവൈഡഡ് ബൈ 9 ചെയ്താലും മതി, നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ ഒരു റേഷ്യോ 20 ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓരോ എ ബി സിയിൽ വരുന്ന ഓരോ വാല്യൂസും അല്ലെങ്കിൽ ഓരോ സ്കൂളിലെയും ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുമല്ലോ. എയിൽ 2 റേഷ്യോ ആണെങ്കിൽ 2 × 20 40 ആയിരിക്കണം ടോട്ടൽ സ്റ്റുഡൻസ് അല്ലേ. ബിയിൽ എടുക്കുവാണെങ്കിലോ ബിയിൽ 3 × 20 60 ആയിരിക്കണം ടോട്ടൽ സ്റ്റുഡൻസ്. സി എടുക്കുവാണെങ്കിലോ സിയിൽ 4 × 20 80 ആയിരിക്കണം ടോട്ടൽ സ്റ്റുഡൻസ്. ഈ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്തത് നോക്കിക്കേ. അടുത്ത ഡേറ്റ പറയുന്നത് the number of students interested in singing in school A is 30%. അപ്പോൾ സ്കൂൾ എയിൽ സിംഗിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 30%. ഏതിൻ്റെ? ആ സ്കൂൾ എയിലുള്ള ടോട്ടൽ സ്റ്റുഡൻസ് ഈ അല്ലെങ്കിൽ ഈ 3 ആക്ടിവിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 30% ഓഫ് സ്റ്റുഡൻസ് സിംഗിങ് ആക്ടിവിറ്റിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 40ൻ്റെ 30% എത്രയാ? 12 അല്ലേ. 40ന് 30% എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്പറിൻ്റെ 10% എന്ന് പറയുന്നത് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് പോയിന്റ് ചെയ്യുക. അപ്പോൾ 40യുടെ ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് ചെയ്താൽ നമ്മളുടെ 10% എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. അപ്പോൾ 40ൻ്റെ 10%, 40യുടെ 10% 4 ആണ്. അങ്ങനെയാണെങ്കിൽ 30%ഓ ഇൻറ്റു 3 ചെയ്താൽ പോരെ? 30% കിട്ടത്തില്ലേ? ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 12 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ സ്കൂൾ എയിൽ സിംഗിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 12 ആണ്. നെക്സ്റ്റ് എന്ത് പറയുന്നു? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ് ഇൻ സ്കൂൾ എ ഈസ് 4 സ്റ്റുഡൻസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സിംഗിങ് ഇൻ ദ സെയിം സ്കൂൾ. അപ്പോൾ അതേ സ്കൂൾ എയിൽ ഡാൻസിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്കൂൾ എയിൽ സിംഗിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ വാല്യൂവിൽ നിന്ന് 4 ലെസ് ആണ്. അപ്പോൾ 12 - 4 എടുത്താൽ 8 അല്ലേ. അപ്പോൾ 8 ആയിരിക്കണം ആ സ്കൂളിലെ ഡാൻസിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത് പറയുന്നു. അടുത്തെന്താ പറയുന്നത്? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അടുത്ത ഡേറ്റ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ് ആൻഡ് ഡാൻസിങ് ഇൻ സ്കൂൾ ബി ആർ. അപ്പോൾ സ്കൂൾ ബിയിൽ സിംഗിങ്ങും ഡാൻസിങ്ങും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 10 and 20 റെസ്പെക്റ്റീവ്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ സിംഗിങ്ങിന് ബിയിൽ 10ഉം ഡാൻസിങ്ങിന് 20ഉമാണ്. ഓക്കെ, ആ ഡീറ്റെയിൽസും കൊടുത്തു. ഇനി ഒരു കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റും. ടോട്ടൽ എയിൽ ടോട്ടൽ പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ 3 ആക്ടിവിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 40 ആണ്. അതിൽ ഡാൻസിങ് മാത്രം 12 സ്റ്റുഡൻസ് ഉണ്ട്. സിംഗിങ് 12 സ്റ്റുഡൻസ് ഉണ്ട്, ഡാൻസിങ് 8 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 20 സ്റ്റുഡൻസ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേയിങ് മാത്രമേ കൊടുക്കാനുള്ളൂ. ടോട്ടൽ 40 സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൽ 20 സ്റ്റുഡൻസ് സിംഗിങ് ആൻഡ് ഡാൻസിങ് വരുന്നുണ്ടെങ്കിൽ റിമൈനിങ് ഉള്ള 20 സ്റ്റുഡൻസ് ആയിരിക്കണം പ്ലേയിങ്ങിൽ വരിക. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ബി സ്കൂളിൽ. ബിയിൽ നോക്കുമ്പോൾ സിംഗിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 10 സ്റ്റുഡൻസ് ആണ്, ഡാൻസിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 20 സ്റ്റുഡൻസ് ആണ്. ടോട്ടൽ 10 + 20 30 സ്റ്റുഡൻസ് ആയി കഴിഞ്ഞു. നമുക്ക് ടോട്ടൽ 60 സ്റ്റുഡൻസ് ആണ് സ്കൂൾ ബിയിൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 60 - 30 ചെയ്താൽ റിമൈനിങ് ഉള്ള 30 സ്റ്റുഡൻസ് ആയിരിക്കണം സ്കൂൾ ബിയിൽ പ്ലേയിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്കൂൾ സിയിലോട്ട് വരാം. സ്കൂൾ സിയിലോട്ട് വരുമ്പോൾ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മളുടെ ഗിവണിൽ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഗിവൺ ഡേറ്റയിൽ നിന്ന് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ്, ഡാൻസിങ് ആൻഡ് പ്ലേയിങ് ഇൻ സ്കൂൾ സി ആർ 2:1:2 എന്നാണ് പറയുന്നത്. അതായത് സ്കൂൾ സിയിൽ സിംഗിങ്ങും ഡാൻസിങ്ങും പ്ലേയിങ്ങും ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിൻ്റെ റേഷ്യോ 2:1:2. അപ്പോൾ അതിൻ്റെ സമ്മ എത്രയാടാ? 5 അല്ലേ. ആ 5 റേഷ്യോ ആണ് എന്തെന്ന് എടുക്കാം നമുക്ക്? സിയിലുള്ള ടോട്ടൽ സ്റ്റുഡൻസ് 80 എന്നെടുക്കാം. അപ്പോൾ 5:80 ആകുന്നുണ്ടെങ്കിൽ ഒരു റേഷ്യോ എത്ര കിട്ടും? 80/5 ചെയ്താൽ 16 എന്ന് കിട്ടും. അപ്പോൾ ഒരു റേഷ്യോ 16 ആണ്. നമുക്ക് സിംഗിങ്ങിൽ 2 റേഷ്യോ ഉണ്ട്. അപ്പോൾ 16 × 2 32. ഡാൻസിങ്ങിൽ ഒരു റേഷ്യോ ആണ് 16. എഗെയിൻ വീണ്ടും നമുക്ക് പ്ലേയിങ്ങിൽ 2 റേഷ്യോ ആണ്. അപ്പോൾ 2 × 16 32. അപ്പോൾ നമ്മളുടെ ടേബിളർ കോളം നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മളുടെ ഓരോ ഡീറ്റെയിൽസും സ്കൂൾ എ ആണെങ്കിലും ബി ആണെങ്കിലും സി ആണെങ്കിലും അതിൽ സിംഗിങ്, ഡാൻസിങ് അതുപോലെ തന്നെ പ്ലേയിങ്ങിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഇത് ഒരു തവണ നോക്കിക്കേ ക്ലിയർ ആണോ എന്ന്.
ഓക്കെ, നോക്കിയായിരുന്നോ? അപ്പോൾ ഈ ടേബിളർ കോളത്തിൽ എ ബി സി സ്കൂളിൽ സിംഗിങ്, ഡാൻസിങ് അതുപോലെ തന്നെ പ്ലേയിങ്ങിൽ ഏതൊക്കെ വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ എഴുതിയത് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി തരുവാണെങ്കിൽ അല്ലെ, ഉറപ്പായിട്ടും ഒരു കേസ് സ്റ്റഡി നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിലിമിനറി എക്സാമിന് ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നിർബന്ധമാണ്, ഉറപ്പായിട്ടും വരും. അപ്പോൾ ഒരു കേസ് സ്റ്റഡി തരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ടേബിളർ കോളത്തിലെ ഡേറ്റാസ് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ് ഇൻ സ്കൂൾ എ and B together to the total number of students interested in dancing in school B and C together. അപ്പോൾ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ. ബാക്കി ഡീറ്റെയിൽസ് ഞാനൊന്ന് മായ്ക്കുന്നു. ടാബ്ലർ കോളം മാത്രം നമുക്ക് വെച്ചേക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ് ഇൻ സ്കൂൾ എ. അപ്പൊ സ്കൂൾ എയിൽ ഡാൻസിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എത്ര പേരാടാ? 8 പേരാണ് അല്ലെ. ഡാൻസിങ് ഇൻ സ്കൂൾ എ ആൻഡ് ബി ടുഗദർ. അപ്പോൾ എയിലും ബിയിലും ഡാൻസിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുടെ ടോട്ടൽ സം എടുക്കണം. അപ്പൊ ഇവിടെ 8ഉം 20 നമുക്ക് എത്ര കിട്ടും? 8 + 20 28 കിട്ടും. റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് തന്നിട്ടുള്ളത് എന്താ? സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ് ഇൻ സ്കൂൾ ബി ആൻഡ് സി ടുഗദർ. അപ്പൊ സ്കൂൾ ബിക്കും സിക്കും അഗെയിൻ ഡാൻസിങ്ങിന്റെ തന്നെ ടോട്ടൽ വാല്യൂ ആണ്. അപ്പൊ 20 + 16 36 എന്നുള്ളത് കിട്ടും. അപ്പൊ 28:36 എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. ഇവിടെ റേഷ്യോ എടുക്കുവാണെങ്കിൽ ഇൻ 4ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 7, ഇവിടെ 9. 7:9 ആണ് നമുക്ക് റേഷ്യോ കിട്ടുക. ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയില്ലേ 7:9? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമല്ലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ഫ്രം ഓൾ ദ സ്കൂൾസ് ടുഗദർ ആൻഡ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ് ഫ്രം ഓൾ ദ സ്കൂൾസ് ടുഗദർ. അപ്പോൾ പ്ലേയിങ് ഓൾ സ്കൂൾസ് ടുഗദർ എടുക്കണം, പ്ലേയിങ് A + B + C എടുക്കണം. അതിൻ്റെയും ദെൻ ഡിഫറൻസ് ആണ് അല്ലേ. മറ്റൊന്ന് ഏതാടാ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ് ഫ്രം ഓൾ ദ സ്കൂൾസ് ടുഗദർ. അപ്പോൾ സിംഗിങ്ങും അതുപോലെ തന്നെ A + B + C എടുക്കണം. അപ്പോൾ നോക്കിക്കേ, നമ്മളുടെ വാല്യൂസ് നമ്മളെ ടേബിളർ കോളത്തിൽ സിംഗിങ്ങിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 12, 10, 32. നമുക്ക് എത്ര കിട്ടി? 54 ആണെന്ന് കിട്ടി അല്ലേ ടോട്ടൽ സം. അതുപോലെ ഡാൻസിങ് എടുക്കുവാണെങ്കിലോ, പ്ലേയിങ് എടുക്കുവാണെങ്കിലോ, പ്ലേയിങ്ങിൻ്റെയും സിംഗിങ്ങിൻ്റെയും സമ്മിൻ്റെ ഡിഫറൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലേയിങ് എടുക്കുവാണെങ്കിൽ 82 കിട്ടി. അപ്പം 82 - 54 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. യെസ്, 82 - 54 ആണ് ചെയ്യേണ്ടത്. ഡിഫറൻസ് ആയതുകൊണ്ട് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇവിടെ എന്ത് കിട്ടും? 82-ൽ നിന്ന് 54 മൈനസ് ചെയ്താൽ 28 എന്നുള്ള വാല്യൂ കിട്ടും. ഓപ്ഷൻ സി 28 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻസിങ് ഇൻ സ്കൂൾ എ ആർ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ് ഇൻ സ്കൂൾ സി. അപ്പോൾ സ്കൂൾ എയിൽ ഡാൻസിങ് എത്ര പേരുണ്ട് നോക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ സിയിൽ സിംഗിങ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ ഞാൻ ഡാൻസിങ്ങിൽ ആദ്യം നോക്കുന്നു. ഓക്കെ, സ്കൂൾ എയിൽ ഡാൻസിങ് 8 പേരാണ്. സിംഗിങ് ഇൻ സ്കൂൾ സിയിൽ സിംഗിങ് ഇൻ സ്കൂൾ സി ഈ വാല്യൂ 32 അല്ലേ. സ്കൂൾ സിയിൽ സിംഗിങ് 32% ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് 8/32 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ 8, ഇവിടെ 32. അപ്പോൾ 8/32 × 100 പെർസെൻറ്റേജിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു ഒരു 100 ചെയ്യണം അല്ലേ. എന്ത് കിട്ടൂടാ? 4 ടൈംസ് ആണ്. 100/4 ചെയ്താൽ 25 കിട്ടും. അപ്പോൾ 25% എന്ന് പറയുന്നതാണ് നമ്മളുടെ ശരിയുത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 25% ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ഓക്കെ, അത് സെറ്റിലെ അടുത്ത ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ഇൻ സ്കൂൾ ബി. അപ്പോൾ സ്കൂൾ ബിയിൽ പ്ലേയിങ് നോക്കണം.
പ്ലേയിങ് ഇൻ സ്കൂൾ ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദി. അപ്പൊ അവിടെ എന്താണ് കമ്പയർ ചെയ്യേണ്ടത്? എത്ര വാല്യൂസ് കൂടുതലാണ്, അത് ശതമാനത്തിലോട്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ഇൻ സ്കൂൾ എ. അപ്പൊ സ്കൂൾ എയിലും പ്ലേയിങ് എടുക്കണം, അതുപോലെ സ്കൂൾ ബിയിലും പ്ലേയിങ് എടുക്കണം. രണ്ടിന്റെ വാല്യൂസ് നമുക്ക് എടുക്കാം. എയിലെയും ബിയിലെയും പ്ലേയിങ്ങിന്റെ വാല്യൂസ് നിങ്ങളുടെ അടുത്ത് ടേബിളർ കാളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്കൂൾ എയിൽ സ്കൂൾ ബിയിൽ പ്ലേയിങ് ഉള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. അതുപോലെ സ്കൂൾ എയിൽ പ്ലേയിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് 20 ആണ്. ടേബിളർ കോളം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വാല്യൂസ് ആണ് ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് വാട്ട് പെർസെൻറ്റേജ് മോർ എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ട് വാല്യൂസും കമ്പയർ ചെയ്താൽ എത്രയാ ഡിഫറൻസ് വരിക? 10 ആണ് അല്ലേ. അപ്പോൾ 10 എന്ന് പറയുന്ന വാല്യൂ ആണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് അതിൻ ടേംസ് ഓഫ് പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 ആണ് കൂടുതൽ വരുന്നത്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റു 100 കൊടുക്കണം. നമുക്കറിയാം ഡിനോമിനേറ്ററിൽ ഏത് വാല്യൂ കൊടുക്കണം? ഡിനോമിനേറ്ററിൽ ഏത് വാല്യൂ കൊടുക്കേണ്ടേ? ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ഇൻ സ്കൂൾ എ. ക്വസ്റ്റ്യൻ മാർക്കിന് അടുപ്പിച്ച് ഏത് വാല്യൂ ആണോ വരുന്നത് അല്ലെ? അവിടെ ക്വസ്റ്റ്യൻ മാർക്കിന് അടുപ്പിച്ച് ഏത് വാല്യൂ ആണ് വരുന്നത്? സ്കൂൾ എയിലെ പ്ലേയിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിന്റെ വാല്യൂ ആണ്, അതായത് 20 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം, ഇത് 50 എന്ന് കിട്ടും. അപ്പം നമ്മളുടെ ആൻസർ 50% എന്ന് കിട്ടും. ഓപ്ഷൻ എ 50%. ഇത് ചെയ്യാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, അതായത് 20ൽ 10 ആണെങ്കിൽ അത് 50% അല്ലേ? 20ന്റെ പകുതി 50%. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ കിട്ടി, അതിൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ഇൻ സ്കൂൾ സി ആൻഡ് ദാറ്റ് ഓഫ് സ്കൂൾ ബി. അപ്പോൾ പ്ലേയിങ് സ്കൂൾ സി എടുക്കണം, അതുപോലെ പ്ലേയിങ് ഇൻ സ്കൂൾ ബി എടുക്കണം. ഈ രണ്ട് വാല്യൂവിൻ്റെയും ഡിഫറൻസ് ആണ് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലേയിങ് ഇൻ സ്കൂൾ സി എന്ന് പറയുന്നത് നമുക്ക് 32 ആണ്, സ്കൂൾ ബിക്ക് 30 ആണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി 2 എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാമല്ലോ. ഓക്കെ, അടുത്തത് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഇൻവെസ്റ്റഡ് ₹12,000 അറ്റ് സർട്ടൈൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ഫോർ 2 years. അപ്പോൾ എക്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നതാണ് ₹12,000 എന്ന് പറയുന്നത്. അത് അയാൾ 2 yearsലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ആ 2 years കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 17,280 ആണ്. എങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്ര ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണ് അയാൾ ചെയ്തത്. ഇവിടെ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല, കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. P × 1 + R/100 ദ ഹോൾ പവർ n എന്ന് കൊടുത്ത് നമ്മൾ ചെയ്യും. ഇവിടെ 2 years ആണെങ്കിൽ പവർ 2 വരും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ടൈം എത്രത്തോളം സിമ്പിളായിട്ട് അല്ലെ, ടൈം കുറച്ച് ക്വസ്റ്റ്യൻ എത്രത്തോളം സിമ്പിളായിട്ട് ചെയ്ത് ആൻസറിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. ഞാനിവിടെ എമൗണ്ടിനും പ്രിൻസിപ്പളിനും എനിക്ക് ഈ 2 വാല്യൂസ് അല്ലേ ഗിവൺ ആയിട്ടുള്ള, ഈ 2 വാല്യൂസിനും റേഷ്യോ എടുക്കുന്നു. റേഷ്യോ എടുക്കുമ്പോൾ നോക്കിക്കോ, എമൗണ്ട് 17,280 ആണ്, പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 12,000 ആണ്. ഇവരുടെ റേഷ്യോ എടുത്താലോ 0 ക്യാൻസൽ ആവും. ഇവിടെ 25 ടൈംസ്, ഇവിടെ 36 ടൈംസ് വരും. അപ്പോൾ 36/25 എന്നുള്ള വാല്യൂ വരും. 36/25 നിങ്ങൾ ക്യാൻസൽ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. 36/25 വരും. അപ്പോൾ 36/25 മീൻ ചെയ്യുന്നത് എന്താടാ? 6/5 ഹോൾ സ്ക്വയർ ആയിട്ട് എടുക്കുക അല്ലേ? 6ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 1 വർഷത്തേക്കെന്ന് മാത്രം എടുക്കുമ്പോൾ അതെന്താ? 6/5. 2 yearsനാകുമ്പോൾ 6/5 ദ ഹോൾ സ്ക്വയർ. 1 വർഷത്തേക്ക് മാത്രമാണെങ്കിലോ 6/5 ആണ്. അപ്പോൾ ആദ്യത്തെ വർഷം പ്രിൻസിപ്പൽ 6 ആകുമ്പോൾ പ്രിൻസിപ്പൽ 5 ആകുമ്പോൾ എമൗണ്ട് 6 കിട്ടുന്നു. അതിന് മീനിങ് എന്താടാ? ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നു? ഇൻട്രസ്റ്റ് 1 കിട്ടുന്നു. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് 5 പ്രിൻസിപ്പളിന് 1 ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എത്ര ശതമാനമായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 1/5 × 100 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 1/5 × 100 ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്
20% ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ ഉണ്ട് ഓപ്ഷനിൽ. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടേ? ഓപ്ഷൻ ഡി 20%. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഈ ഫോർമുലയിൽ ഇട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട അത്രയും സമയം എടുത്തില്ല. എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് എമൗണ്ടും പ്രിൻസിപ്പളും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോ എടുത്തു. അവിടെ നിന്ന് ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 6/5 മാത്രം. 6/5 ആണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും 5 രൂപയ്ക്ക് 1 രൂപ ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും അത് 20% ഇൻട്രസ്റ്റ് ആയിരിക്കണം. അപ്പോൾ 20 എന്നുള്ള വാല്യൂ കിട്ടി. ഫസ്റ്റ് ഇയർ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കിട്ടുന്നത് ഫസ്റ്റ് ഇയർ എപ്പോഴും എന്തായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 20% ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 5 men and 10 women, 4 persons are to be selected. In how many different ways can they be selected such that at most 2 men should be there? ഓക്കെ, നോക്കിക്കേ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 5 men and 10 women, 5 മെന്നും 10 വിമണും ഉള്ള ഒരു ഗ്രൂപ്പ്. 5 men 10 വിമൺ ഉള്ള ഒരു ഗ്രൂപ്പ്. ഇതിൽ 4 persons സെലക്റ്റഡ് എന്നാണ് പറയുന്നത് അല്ലേ? 4 പേഴ്സൺസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ആ 4 പേഴ്സൺസിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ? അറ്റ്മോസ്റ്റ് 2 men. മോസ്റ്റ് ആയിട്ട് 2 മെന്നേ പാടുള്ളൂ, അതിന് കൂടുതൽ ആവാൻ പാടില്ല അല്ലേ? മോസ്റ്റ്ലി 2 men മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര കണ്ടീഷൻസ് കൊടുക്കാം? നമുക്ക് ടോട്ടൽ 15 persons, 5 + 10, 15 പേഴ്സൺസിൽ നിന്ന് 4 persons ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ 5 മെന്നിൽ നിന്ന് ഈ പറഞ്ഞ അറ്റ്മോസ്റ്റ് 2 കണ്ടീഷൻ ഞാൻ കൊടുക്കുന്നു. 2 ആൾക്കാർ മാത്രം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റിമൈനിങ് 4 ആൾക്കാരിൽ 4 persons ഉള്ളവരിൽ ഇനി 2 പേഴ്സൺസിനെ നമ്മൾ എവിടെ നിന്ന് സെലക്ട് ചെയ്യണം? 10 പേഴ്സൺസിൽ നിന്ന് സെലക്ട് ചെയ്യണം അല്ലേ? ഇത് ഫസ്റ്റ്. സെക്കൻഡ് പോസിബിലിറ്റി എന്താടാ? 5 ആൾക്കാർ, 5 വുമണിൽ 1 വുമണിനെ 5 മെന്നിൽ 1 മെന്നിനെ സെലക്ട് ചെയ്തിട്ട് ബാക്കി 3 വിമണിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. 10ൽ നിന്ന് C3. ഇനി തേർഡ് പോസിബിലിറ്റി, മെന്നിൽ നിന്ന് ആരെയും സെലക്ട് ചെയ്യുന്നില്ല. മോസ്റ്റ് ആണല്ലേ? അറ്റ്മോസ്റ്റ് 2 men ആണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മെന്നിൽ നിന്ന് ആരെയും സെലക്ട് ചെയ്യാണ്ട് ഇരിക്കാം. 4 പേരെയും വിമണിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ മെന്നിൽ നിന്ന് 0 പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നു, വിമണിൽ നിന്ന് 4 പേഴ്സൺസിനെ സെലക്ട് ചെയ്യും. ഇനി ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്താൽ മതി നമ്മളുടെ ടോട്ടൽ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതൊരു പ്രോബബിലിറ്റി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കിക്കേ, 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 × 10 × 9 ഡിവൈഡഡ് ബൈ 1 × 2. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 ടൈംസ് ഈ 2 ക്യാൻസലായി. അപ്പോൾ ഇവിടെ 50 × 9 450 എന്നുള്ളത് കിട്ടും. സെക്കൻഡിൽ 5 × 10 × 9 × 8 ഡിവൈഡഡ് ബൈ 1 × 2 × 3. ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും, ഇവിടെ 4 കിട്ടും. അപ്പോൾ 12 × 10 120, 120 × 5 600 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് ലാസ്റ്റ് 5 × C 0. അപ്പോൾ അവിടെ 1 എന്നുള്ള വാല്യൂ ആണ്. 1 × 10 × 9 × 8 × 7 ഡിവൈഡഡ് ബൈ 1 × 2 × 3 × 4. ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ക്യാൻസലായി. ഇവിടെ 3 30 × 7 210 എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കേ, 450 + 600 + 450 + 600 + 210 ആഡ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ കിട്ടുന്നു? 0 6 12 1260 എന്നുള്ള ആൻസർ കിട്ടുന്നു. നമ്മളുടെ ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ഇ 1260 എന്ന് പറയുന്നതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓരോ കണ്ടീഷനിൽ നിന്ന് ഓരോ പ്രോബബിലിറ്റി, അതായത് ഓരോ പോസിബിലിറ്റി കേസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജഗൻ പർച്ചേസ്ഡ് 100 chairs for ₹320 per chair. അപ്പോൾ 320 ചെയർ, ഒരു ചെയറിന് 320 രൂപ വെച്ച് 100 ചെയർ പർച്ചേസ് ചെയ്യുന്നു. 100 chairs for ₹320 per chair. അപ്പോൾ അയാൾക്കായ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാ? 320 × 100 ആയിരിക്കണം അയാൾക്കായ ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് 45% of the chairs are sold at cost price. അപ്പോൾ ഈ 100ൽ 45% എന്ന് പറഞ്ഞാൽ എത്ര ചെയറാ? 45 ചെയർ. 45 ചെയറും അയാൾ കോസ്റ്റ് പ്രൈസിനാണ് വിൽക്കുന്നേ അല്ലേ? 100 rupees ആണെങ്കിൽ, കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 320 rupees. 320 അല്ലേ പെർ ചെയറിൻ്റെ പ്രൈസ്? അപ്പോൾ ₹320ക്കാണ് വിൽക്കുന്നത്.
ഇനി റിമൈനിങ് എത്ര ചെയർ ഉണ്ട്? 100-ൽ 45 ചെയർ പൊയ്ക്കഴിഞ്ഞാൽ റിമൈനിങ് 55 ചെയർസ് ആയിരിക്കും. ഈ 55 ചെയറും അയാൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? K% പ്രോഫിറ്റിന് വിൽക്കുന്നു. അപ്പോൾ 100+K എന്ന് എടുക്കാൻ വേണമെങ്കിൽ അല്ലെ, K% പ്രോഫിറ്റ്. അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? 320ന്റെ K% പ്രോഫിറ്റ്. നമുക്ക് Kക്ക് വാല്യൂ അറിയത്തില്ല. ഓക്കെ, K% പ്രോഫിറ്റിന് അയാൾ വിൽക്കുന്നു. ഇഫ് ദി ഓവറോൾ പ്രോഫിറ്റ് ഏൺഡ് ബൈ ജഗൻ ഈസ്, അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിലും കൂടെ ഒരു 45 ഷെയറും 55 ഷെയറും വിറ്റ് കഴിഞ്ഞപ്പോൾ ഈ 100 ഷെയറിനും കൂടി അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4400 രൂപയാണ്. അപ്പോൾ അയാൾക്ക് ടോട്ടൽ കിട്ടിയ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. 4400 ഡിവൈഡഡ് ബൈ അയാൾക്ക് ടോട്ടൽ ആയ ചിലവ് 320 × 100. അപ്പോൾ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 0 ക്യാൻസലായി. ഇൻ പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 കൊടുക്കണം. 55/4 എന്ന് കിട്ടി. 55/4% അയാൾക്ക് കിട്ടിയ ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് കെ, അതായത് ഈ പറയുന്ന സെക്കൻഡ് കേസിൽ അയാൾ വിറ്റു K% പ്രോഫിറ്റിന്, അത് എത്രയാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ റേഷ്യോ എടുത്താൽ മതി അല്ലേ. അതായത് ഇത് 9 റേഷ്യോ കിട്ടും, ഇത് 11 റേഷ്യോ കിട്ടും. ടോട്ടൽ 20 റേഷ്യോ ആണ്. നമുക്ക് എന്തെന്ന് വേണമെങ്കിൽ എടുക്കാം, 20 എന്ന് പറയുന്നതാണ് 100 ചെയർസ് എന്ന് വേണമെങ്കിൽ എടുക്കാം, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ 9 റേഷ്യോയിലും 11 റേഷ്യോയിലാണ് അയാൾ ചെയർസ് വിറ്റിട്ടുള്ളത്. ഇനി 9 × 9 ചെയർസ് വിറ്റത് എത്രയ്ക്കാ? കോസ്റ്റ് പ്രൈസിനാണ്, അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല അല്ലേ. അപ്പോൾ അവിടെ 100%-നാണ് വിറ്റത്. പ്ലസ് എഗെയിൻ റിമൈനിങ് ഉള്ള 11 ചെയേഴ്സ് അല്ലെ, അല്ലെങ്കിൽ 11 റേഷ്യോയിൽ വിറ്റ ചെയേഴ്സ് എത്ര പ്രോഫിറ്റിനാണ് വിറ്റത്? K% പ്രോഫിറ്റിനാണ് വിറ്റത്. അത് 100+K എന്ന് എടുത്തു. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര റേഷ്യോ അല്ലെങ്കിൽ എത്ര ചെയേഴ്സ്? 20 എന്നുള്ളത് കൊടുക്കാം. ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടണം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് 55/4%. അപ്പോൾ എന്താ 55/4, അതായത് 55/4% ആകുമ്പോൾ ബൈ 400 ആകും. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാം നമുക്ക്? 455/400 എന്നുള്ളത് മാറ്റിക്കൂടെ? ഇവിടെ നമുക്ക് 55/4% ആണ് കിട്ടിയത്. 55/4 എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ 100 + 55/4, അത് 400 + 55, 455/4 എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ അയാൾക്ക് ഈ പ്രോസസ്സിൽ ടോട്ടൽ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 455/4 ആണ്. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ക്യാൻസൽ ചെയ്തേ. ഇവിടെ 5 ടൈംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിലോ വേറെ ഏതെങ്കിലും വാല്യൂസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ബാക്കിയുള്ളത് എടുക്കാം. നോക്കിക്കേ, 900 + 1100 + 11K = 455 × 5 അല്ലേ. 455 × 5 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 2275 എന്ന് കിട്ടും. ഇത്രയും കിട്ടിയില്ലേ? ഇനി നോക്കിക്കേ, നമുക്കിതിൽ 2000 + 11K = 2275 ആണ്. അപ്പോൾ 11K = എന്ത് കിട്ടും? 2275 - 2000 275 എന്ന് കിട്ടും. ഇതിൽ നിന്ന് K = 11K = 275 ആണെങ്കിൽ K = 25. നമുക്ക് K അല്ലേ കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ ഇതിൽ നിന്ന് K = 25 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് K ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ, Kയുടെ വാല്യൂ 25 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് റേഷ്യോയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് ഇതിനെ നമുക്ക് അലിഗേഷൻ മെത്തേഡ് എന്നും പറയാം. അലിഗേറ്റ് ചെയ്തെടുക്കുന്ന രീതിക്ക് നമ്മൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പ്രസന്റ് ഏജ് ഓഫ് A is 2 times more than that of B. അപ്പോൾ എയുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 2 times more than that of B. ബിയുടെ ഏജ് എത്രയുണ്ടോ അതിനേക്കാളും 2 times more ആണ്. അപ്പോൾ എയുടെ ഏജ് എന്ന് പറയുന്നത് ബിയുടെ ഏജ് പ്ലസ് 2 times more than that of 2 times of ബിയുടെ ഏജും കൂടി കൂടുതലാണ്. അപ്പോൾ എയുടെ ഏജ് എന്ന് പറയുന്നത് 3 times of ബിയുടെ ഏജ് ആണ്. ക്ലിയർ അല്ലേ?
എയുടെ ഏജ് എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് ബിയുടെ ഏജ് ആണ്. ഇവിടെ നിന്ന് A/B റേഷ്യോ അല്ലെങ്കിൽ A:B റേഷ്യോ എത്രയാണെന്ന് എടുക്കാടാ? 3:1 ആണെന്ന് എടുക്കാം അല്ലേ? ഇതുവരെ ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് and the ratio of percentage of C to B is C:B അല്ലേ? C:B എന്ന് പറയുന്നത് 11:6 ആണ്. അപ്പോൾ ഇതിനെ B:6 ആയിട്ട് തിരിച്ചെഴുതിയാലോ 6:11 എന്ന് കിട്ടും. ഇനി റേഷ്യോസ് നമുക്കൊന്ന് കമ്പൈൻ ചെയ്യാൻ നോക്കാം. A:B:C ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൽ A:Bയുടെ വാല്യൂ എന്താ? 3:1 ആണ്. അഗൈൻ നെക്സ്റ്റ് B:Cയുടേത് 6:11 ആണ്. റേഷ്യോ കമ്പൈൻ ചെയ്യാൻ അറിയാമല്ലോ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ചെയ്യുമ്പോൾ 3 × 6 18, ഇവിടെ 6, ഇവിടെ 1 × 11 11. അപ്പോൾ 18:6:11 എന്നുള്ള റേഷ്യോ കിട്ടും. ഇനി നമ്മളോട് പറയുന്നത് എന്താ? ഇഫ് ദ പ്രസന്റ് ഏജ് ഓഫ് A ആൻഡ് B ടുഗദർ ഈസ്. അപ്പോൾ പ്രസന്റ് ഏജ് ഓരോരുത്തരുടെയും പ്രസന്റ് ഏജിന്റെ റേഷ്യോ എത്രയാ? 18x 6x 11x ആണ്. അപ്പോൾ എയുടെയും ബിയുടെയും പ്രസന്റ് ഏജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 45 ലെസ് ദാൻ ദി 3 ടൈംസ് ദി പ്രസന്റ് ഏജ് ഓഫ് സി ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? എയുടെയും ബിയുടെയും പ്രസന്റ് ഏജ് എത്ര കിട്ടും? 24x കിട്ടും. അതെന്ന് പറയുന്നത് സിയുടെ പ്രസന്റ് ഏജിന്റെ 3 ടൈംസ്. അപ്പോൾ 11ന്റെ 3 ടൈംസ് 33x മൈനസ് 45. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടിയടാ? ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് 9x എന്ന് പറയുന്നതാണ് 45. അപ്പോൾ x is equal to 5 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ x 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യേണ്ടത് then find the present age of A എന്നുള്ളതാണ്. എയുടെ പ്രസന്റ് ഏജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, എയുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കണമെങ്കിൽ എയുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ നമുക്ക് എത്രയാ? 18x ആണ് അല്ലേ? അപ്പോൾ 18 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. അപ്പോൾ എയുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 90 ഇയേഴ്സ്. ഓപ്ഷൻ സി 90 ഇയേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഫസ്റ്റ് തന്നിട്ടുള്ള കേസിൽ നിന്ന് എയുടെയും ബിയുടെയും റേഷ്യോ എടുത്തു. ഇവിടെ മിസ്റ്റേക്ക് വരാറുള്ളത് ഈ പറയുന്ന എക്ക് 2 ടൈംസ് ഓഫ് ബി മാത്രം എടുക്കരുത്. ബിയുടെ ഏജ് +2 ടൈംസ് ഓഫ് ബി എന്നുള്ളത് എടുക്കണം. അപ്പോൾ എക്ക് 3 ടൈംസ് ഓഫ് ബി എന്ന് കിട്ടും. A:Bയുടെ റേഷ്യോ 3:1 ആണെന്നുള്ളത് കിട്ടും. ഇനി നെക്സ്റ്റ് C:Bയുടെ റേഷ്യോ നമുക്ക് ഗിവൺ 11:6 ആണ്. ഞാൻ അതിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ B:Cയുടെ റേഷ്യോ കിട്ടും. അത് 6:11 ആണ്. ഇനി A:B:Cയുടെ റേഷ്യോ അതാണ് നമുക്ക് എക്കും ബിക്കും 3:1, ബിക്കും സിക്കും 6:11. റേഷ്യോസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 18:6:11 എന്നുള്ളത് കിട്ടും. ഇനി എയുടെ ഏജ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കമ്പൈൻഡ് ഏജ്. അപ്പോൾ 18 + 6 24x എന്ന് പറയുന്നത് സിയുടെ ഏജിന്റെ 3 ടൈംസ്. അപ്പോൾ 11 × 3 33xൽ നിന്ന് 45 ലെസ്സർ ആണ്. സോ -45 ചെയ്തു. അപ്പോൾ എക്സിന്റെ വാല്യൂ 5 ആണെന്ന് കിട്ടി. എക്സ് 5 ആണെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് ബിയുടെ പ്രസന്റ് ഏജ് ആണ്. എയുടെ പ്രസന്റ് ഏജ് ആണ്. എയുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 18x ആണ്. അപ്പോൾ 18 × 5 ചെയ്യണം. അപ്പോൾ നമുക്ക് 90 ഇയേഴ്സ് എന്നുള്ള ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. ഓക്കെ, ഒരു ബോർഡ് സയൻസ് സ്ട്രീം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആ ടൈമിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അല്ലേ? ഓക്കെ, 30 സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റിയോ? ഇവിടെ ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 5 ടൈംസ് ദി സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്ട്രീം എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ മെത്തേഡിലാണ് ബോട്ട്സ് ആൻഡ് സ്ട്രീം സോൾവ് ചെയ്യുന്നത്. ഇവിടെ ലൈൻ മെത്തേഡിൽ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ ഇതെൻ്റെ അപ്സ്ട്രീം സ്പീഡ്, ഇതെൻ്റെ ഡൗൺ സ്ട്രീം സ്പീഡ്, ഇതെൻ്റെ ബോട്ടിൻ്റെ സ്പീഡ്, ഇത് സ്ട്രീമിൻ്റെ സ്പീഡാണെന്ന് എടുക്കുന്നു. ഇനി ഇവിടെ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ്, അപ്പോൾ സ്റ്റിൽ വാട്ടർ സ്പീഡ് അല്ലെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡ് അല്ലേ, സ്റ്റിൽ വാട്ടർ സ്പീഡ് അല്ലെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്
5 ടൈംസ് ദി സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ കൊടുക്കണം? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത്, സ്റ്റിൽ വാട്ടറിന്റെ സ്പീഡ് 5 ടൈംസ് ഓഫ് സ്ട്രീം ആണ്. അപ്പോൾ സ്ട്രീമിന് ഞാൻ എക്സ് കൊടുക്കുവാണെങ്കിൽ സ്റ്റിൽ വാട്ടറിന് 5x കൊടുക്കണം. 5 ടൈംസ് ഓഫ് സ്ട്രീം ആണ്, അപ്പോൾ 5x എന്നുള്ള വാല്യൂ കൊടുക്കണം. ഇനി നമ്മളോട് പറയുന്നത് എന്താ? നമുക്ക് ഇതിൽ നിന്ന് ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രീമിന്റെ വാല്യൂ പ്ലസ് ബോട്ടിന്റെ വാല്യൂ ആഡ് ചെയ്താൽ മതി. 6x എന്നുള്ളതാണ് ഡൗൺ സ്ട്രീം. അപ് സ്ട്രീം കൊടുക്കുവാണെങ്കിൽ സ്ട്രീം ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് ചെയ്യണം. 4x ആണ് അപ് സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് if the time taken by a boat to cover 300 kilometer downstream. അപ്പോൾ 300 കിലോമീറ്റർ എടുക്കുന്നു. ഡൗൺ സ്ട്രീം ആണെങ്കിൽ സ്പീഡ് 6x ആണ്. അത് എന്ന് പറയുന്നത് 2 hours more than the time taken by the boat to cover 120 kilometer upstream. ടൈം ആണ്, അതാണ് നമ്മൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കൊടുക്കുന്നത്. അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ 2 hours more than time taken by the boat to cover 120 കിലോമീറ്റർ അപ്സ്ട്രീം ആണ്. അപ്പോൾ 120 കിലോമീറ്റർ അപ്സ്ട്രീമിലാണെങ്കിൽ സ്പീഡ് എത്രയാ? 4x ആണ്. അപ്പോൾ ഇവിടെ 50/x is equal to 2 plus 30/x ആണ്. ഇതുവരെ ഓക്കെ അല്ലേ? നമ്മൾ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. 6 ഇവിടെ 5 ടൈംസ് ഉണ്ട്, 4 ഇവിടെ 3 ടൈംസ് ഉണ്ട്. ഇനി 50/x മൈനസ് 30/x is equal to 2 ആണ്. നോക്കിക്കേ, ഇവിടെ ഡിഫറൻസ് എത്ര കിട്ടി? 20/x. 20/x എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് x is equal to 10 എന്നുള്ള വാല്യൂ കിട്ടും. കറക്റ്റ് അല്ലേ? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10. x is equal to 10 എന്നുള്ള വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ x 10 ആണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ള then find the downstream speed of the boat എന്ന് പറയുന്നതാണ്. അപ്പോൾ ബോട്ടിന്റെ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 6x ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ 6 × 10 ചെയ്താൽ 60, ഓപ്ഷൻ സി 60 km/h ആയിരിക്കണം ബോട്ടിന്റെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. ഓക്കെ, അടുത്ത നമുക്കൊരു നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, നമുക്ക് പ്രിലിമിനറി എക്സാമിന് ഉറപ്പായിട്ടും നമ്പർ സീരീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. സോ അത് നമ്പർ സീരീസിൻ്റെ ഒരുപാട് പേട്ടേൺ നമ്മൾ അറിയണമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ്, കുറേ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ സീരീസ് കിട്ടും, നമ്പർ സീരീസ്. അതിൽ നിന്ന് കുറേ പുതിയ പേട്ടേൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ ക്വസ്റ്റ്യൻസിന് ബാലൻസിന് വേറെ മോക്ക് ടെസ്റ്റ് വേറെ സൈറ്റിൽ നമ്മൾ എടുക്കും തോറും കുറേ സീരീസും പാറ്റേൺസും കിട്ടും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 1, 3, 5.5, 8.5, 12. ഞാനൊന്ന് ജസ്റ്റ് പുറത്തെടുത്ത് എഴുതുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് 1, 3, 5.5, 8.5, 12 ആണ്. അപ്പോൾ ഇവിടെ ഇത് റോങ് നമ്പർ അല്ല, ഒരു മിസ്സിംഗ് നമ്പർ സീരീസ് അല്ലേ? മിസ്സിംഗ് നമ്പറിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് നോക്കുന്നു, ഡിഫറൻസ് നോക്കുന്നു. അപ്പോൾ ഇവിടെ +2 ആണ് വരുന്നത്. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 2.5 വരുന്നു. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 3 വരുന്നു. ഇവിടെ എടുക്കുമ്പോൾ 3.5 വരുന്നു. സിമ്പിൾ പാറ്റേൺ ആണ് അല്ലേ? ജസ്റ്റ് ഡിഫറൻസ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടി 2, 2.5, 3, 3.5 ആയിട്ട് ഇൻക്രീസ് ആയി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്നിരിക്കേണ്ടത് 1.5 ആണ്. അപ്പോൾ 1.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. അങ്ങനെയല്ലേ നമ്മൾ ഓപ്ഷൻ നോക്കേണ്ടേ? അപ്പോൾ ഒരു നമ്പറിൻ്റെ കൂടെ 1.5 ആഡ് ചെയ്താൽ 1 കിട്ടണമെങ്കിൽ ആ നമ്പർ എന്തായിരിക്കണം? മൈനസിലായിരിക്കണം അല്ലേ? -0.5 ആയിരിക്കണം. -0.5ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പ്ലേസിൽ വരേണ്ടത് +0.5 അല്ല -0.5. ശ്രദ്ധിച്ചു കൊടുക്കണം. രണ്ട് ഓപ്ഷൻസും ഉണ്ട്, +0.5ഉം -0.5ഉം ഓപ്ഷനിലുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് വേണം ആൻസർ കൊടുക്കാൻ. ഇവിടെ -0.5 എന്ന് പറയുന്നതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഗെയിൻ ഒരു നമ്പർ സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. 30 സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ.
യെസ്, ഇവിടെ നമ്മളെ നമ്പർ സീരീസ് എന്ന് പറയുന്നത് 8, 9, 27, 28, 84. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ജസ്റ്റ് ഡിഫറൻസ് ആദ്യം നോക്കാം. ഡിഫറൻസ് നോക്കുമ്പോൾ ഇവിടെ +1 ആഡ് ആവുന്നുണ്ട്. അടുത്തത് നെക്സ്റ്റ് ഇവിടെ +1 അല്ല, 9 × 3 ചെയ്താലേ 27 കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് 27 + 1, 28 × 3 ചെയ്താലേ 84 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ആൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ പെയറാണ് അല്ലേ. അപ്പം ആൾട്ടർനേറ്റ് നമ്പേഴ്സ് നോക്കുമ്പോൾ 8, നെക്സ്റ്റ് അവിടെ നിന്ന് 9, ദെൻ ആ ഒരു സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെറ്റിൻ്റെത് അടുത്തൊരു പെയറാണ്, അതായത് × 3 ചെയ്യുന്നത്. അപ്പോൾ +1 × 3, +1 × 3. അപ്പോൾ നെക്സ്റ്റ് എന്ത് വരണം? +1 എന്ന് പറയുന്ന പേട്ടേൺ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ 84 + 1, 85 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കണം വരേണ്ടത്. 85 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ 85 എന്ന് പറയുന്നതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അഗെയിൻ ഒരു നമ്പർ പാറ്റേൺ തന്നിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ 30 സെക്കൻഡ്സിൽ. (15, 30, 46, 64, 86 എന്ന് പറയുന്നതാണ് നമ്മളുടെ നമ്പർ. ഓക്കെ, 30 സെക്കൻഡ്സ് കഴിഞ്ഞു. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും. നമുക്ക് പോവാം, എക്സ്പ്ലനേഷൻ പോവാം. 15, 30, 46, 64, 86 ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ 15, 30 ആകണമെങ്കിൽ +15 ചെയ്യേണ്ടതായിട്ടുണ്ട്. 13, 46 ആകണമെങ്കിൽ +16 ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ 46 to 64 ചെയ്യുമ്പോൾ +18 ചെയ്യുന്നു. 64-ൽ നിന്ന് 86 ചെയ്യണമെങ്കിൽ +22 ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പാറ്റേൺ പോയിട്ടുള്ളത് ഫസ്റ്റ് വൺ +1 ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എടുക്കുമ്പോൾ +2, അഗെയിൻ അടുത്ത ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് +4. അപ്പോൾ ഇതിൻ്റെ 2 ടൈംസ് ആണ് അല്ലേ, ഡിഫറൻസ് ഓഫ് ഡിഫറൻസിൻ്റെ 2 ടൈംസ് ആണ്. 1, 2, 4. അപ്പോൾ അടുത്തത് ഉറപ്പായിട്ടും 8 ആയിരിക്കണം, +8 ആയിരിക്കണം. +8 ആണെങ്കിൽ ഇവിടെ വരേണ്ട നമ്പർ +30 ആയിരിക്കണം അല്ലേ. ഇവിടെ +8 കിട്ടിയതും ആൻസറിലോട്ട് ആഡ് ചെയ്യാൻ പോകരുത്, കാരണം ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് ആണ്. അപ്പോൾ 22 + 8 30 കിട്ടണം. അതായത് അവിടെയും ഈ നമ്പറിൻ്റെയും 86-ൻ്റെയും നമ്മൾ കണ്ടെത്തേണ്ട നമ്പറിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 30 കിട്ടേണ്ടത്. അപ്പോൾ 86 + 30 ചെയ്താൽ മതി ആൻസറിലോട്ട് എത്താം. 86 + 30 ചെയ്യുമ്പോൾ 116 എന്നുള്ള ആൻസർ നമുക്കുണ്ട്. ഓപ്ഷൻ സി 116 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വെസൽ എ ഹാസ് 60 ലിറ്റർ ഓഫ് മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. അപ്പോൾ മിൽക്കും വാട്ടറും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, 30 സെക്കൻഡ്സ് തരാം. ചെയ്യാൻ പറ്റുന്നോ നോക്കിയേ, 30 സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. ഓക്കെ, ടൈം കഴിഞ്ഞു. മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 60 ലിറ്റർ ആണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:5 ആണ് അല്ലേ. അപ്പോൾ മിൽക്കും വാട്ടറും 7:5 റേഷ്യോ ആണെങ്കിൽ ടോട്ടൽ 12 റേഷ്യോ ആണ് 60 എന്ന് എടുക്കാം. അപ്പോൾ ഒരു റേഷ്യോ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മിൽക്ക് 35 ലിറ്റേഴ്സ് ആണ്, വാട്ടർ 25 ലിറ്റേഴ്സ് ആണ്. ഇത് വെസൽ എയിലുള്ള വാല്യൂ ആണ്. ഇനി വെസൽ ബിയിൽ എന്ത് കണ്ടീഷനാണ് പറയുന്നത്? വെസൽ ബി കണ്ടെയ്ൻസ് X ലിറ്റർ ഓഫ് മിൽക്ക് ആൻഡ് 15 ലിറ്റർ ഓഫ് വാട്ടർ. വെസൽ ബിയിൽ X ലിറ്റർ ഓഫ് മിൽക്ക് ആണ്, ദെൻ 15 ലിറ്റർ ഓഫ് വാട്ടർ ആണ്. ഇവിടെ ഇവർ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ മിക്സ്ചറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, ആ മിക്സ്ചറിൻ്റെ റേഷ്യോ എത്രയാണ്? മിൽക്ക് ആൻഡ് വാട്ടർ 5:4 റേഷ്യോയിൽ കിട്ടണം. 5:4 റേഷ്യോയിൽ കിട്ടണം. ഇവിടെ എക്സിൻ്റെ വാല്യൂ അറിയാത്ത സ്ഥിതിക്ക് മിക്സിൻ്റെ ടോട്ടൽ വാല്യൂ മിൽക്കിൻ്റെ ടോട്ടൽ വാല്യൂ നമുക്ക് അറിയത്തില്ല. പക്ഷേ വാട്ടറിൻ്റെ ടോട്ടൽ വാല്യൂ എടുത്തൂടെ? ഇത് മിൽക്ക്, ഇത് വാട്ടർ. വാട്ടറിൻ്റെ ടോട്ടൽ വാല്യൂ എടുത്തൂടെ? 25 + 15 ചെയ്യുമ്പോൾ 40 ലിറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ 4 റേഷ്യോ ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ. 4 റേഷ്യോ 40 ലിറ്റേഴ്സ് ആകുന്നുണ്ടെങ്കിൽ ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ 5 × 10 ചെയ്താൽ ഇവിടെ ടോട്ടൽ വാല്യൂ 50 ലിറ്റേഴ്സ് എന്നുള്ളത് കിട്ടണം അല്ലേ. ഇത് ക്ലിയർ അല്ലേ? ജസ്റ്റ് മിൽക്കിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോയിൽ കൂടെ കമ്പൈൻ ചെയ്തെടുത്തു. അപ്പോൾ 50 ലിറ്റേഴ്സ് ടോട്ടൽ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കിട്ടണം. അപ്പോൾ 35 + X ലിറ്റേഴ്സ് ആണ് നമുക്ക് 50.
അപ്പോൾ എക്സിന് എത്രയായിരിക്കും 50 - 35 15 ലിറ്റേഴ്സ് ആയിരിക്കും നമ്മളുടെ ആൻസർ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി അല്ലേ, അല്ലെങ്കിൽ വെസൽ ബിയിൽ ഉണ്ടായിരുന്ന മിൽക്കിൻ്റെ വാല്യൂ കിട്ടി 15 ലിറ്റേഴ്സ് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ ഇൻ വെസൽ ബി. അപ്പോൾ വെസൽ ബിയിൽ ഉണ്ടായിരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റിയാണ്, അതായത് മിൽക്ക് പ്ലസ് വാട്ടർ ആണ്. അവിടെ മിൽക്ക് 15 ലിറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദെൻ വാട്ടർ എത്രയാണ് തന്നിട്ടുണ്ടായിരുന്നത്, ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടായിരുന്നു 15 ലിറ്റേഴ്സ് വാട്ടർ ആണെന്നുള്ളത്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻ വെസൽ ബി എന്ന് പറയുമ്പോൾ 15 + 15 30 ലിറ്റേഴ്സ് എന്നുള്ള ആൻസർ കിട്ടും. 30 ലിറ്റേഴ്സ് എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 30 ലിറ്റേഴ്സ് ആണ്. ക്ലിയർ അല്ലേടാ? 30 ലിറ്റേഴ്സ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇത് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഈസ് 50% മോർ ദാൻ ദി നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ്. Okay. Number of male employees is 50% more than the number of female employees in a company. The number of male employees are increased by 25% and the female employees are increased by 24%. Then the ratio of male and female employees become 5:4. Then find the total number of employees in the company initially എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇവിടെ മെയിൽ എംപ്ലോയീസ് ആൻഡ് ഫീമെയിൽ എംപ്ലോയീസിൻ്റെ റേഷ്യോ കണ്ടെത്താൻ പറ്റും. കാരണം നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഈസ് 50% മോർ ദാൻ ഫീമെയിൽ. അപ്പോൾ 50% മോർ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എടുക്കാം, 3/2 എന്നെടുക്കാം. അപ്പോൾ മെയിൽ എന്ന് പറയുന്നത് ഫീമെയിലിൻ്റെ 3/2 ആണ്. അപ്പോൾ മെയിൽ ഇസ് ടു ഫീമെയിൽ റേഷ്യോ എത്രയാടാ, 3:2 എന്നെടുക്കാം അല്ലേ. ഇനി അവിടെ നിന്ന് നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ആർ ഇൻക്രീസ്ഡ് ബൈ 25%. സോ ആ ഇൻക്രീസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മെയിൽ 300x ആണെന്നും ഫീമെയിൽ 200x ആണെന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താവും, 3:2 തന്നെ അല്ലേ റേഷ്യോ കിട്ടുക, അതിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ 300 and 200 എന്നുള്ള വാല്യൂസ് എടുത്തു. അപ്പോൾ മെയിൽ എംപ്ലോയീസ് ഇൻക്രീസ്ഡ് ബൈ 25%. അപ്പോൾ മെയിൽ എംപ്ലോയീസ് 25% ഇൻക്രീസ് ആയാൽ ഇൻക്രീസ്ഡ് മെയിൽസിൻ്റെ വാല്യൂസ് എത്രയായിരിക്കും, 300ന്റെ 25%. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഒരു നമ്പറിൻ്റെ 10% എന്ന് വെച്ചാൽ ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 30 ആണ് കിട്ടുക. അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ 60 ആണ്. ഈ 10ന്റെ പകുതി ആയിരിക്കണം 5%, അത് 15 ആണ്. ടോട്ടൽ വാല്യൂ 75 ആയിരിക്കണം 300ന്റെ 25% എന്ന് പറയുന്നത്. അപ്പം മെയിൽ എംപ്ലോയി 300 + 75 375x ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫീമെയിൽ എംപ്ലോയീസിന് എത്രയെന്നാണ് പറയുന്നത്, ഫീമെയിൽ എംപ്ലോയീസ് ഇൻക്രീസ്ഡ് ബൈ 24 ആണ് അല്ലേ. 24 വാല്യൂ ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പോൾ 200x + 24. ഓക്കെ, 24 വാല്യൂ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, 200x + 24 എന്നുള്ളതാണ് നമ്മളുടെ വാല്യൂ. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൂടെ റേഷ്യോ ആണ്. ഈ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞപ്പോൾ അവിടെ വന്ന മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയീസിൻ്റെ റേഷ്യോ വന്ന് 5:4 ആണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ മാറ്റാം നമുക്ക്, 375 തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എത്രയാടാ, ഓക്കെ 375x ഡിവൈഡഡ് ബൈ 200x + 24 എന്ന് പറയുന്നതാണ് 5:4. ഇനി ഇവിടെ 5ന് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 75 കിട്ടും. ഇവിടെ 4ന് ക്യാൻസൽ ചെയ്താൽ 50x + 6 കിട്ടും. രണ്ടിലും കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ 75x = 50x + 6 ആണ്. അപ്പോൾ 25x = 6. x എത്ര കിട്ടും, x = 6/25 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ കമ്പനി. അപ്പോൾ ടോട്ടൽ എംപ്ലോയീസിന് നമ്മൾ എങ്ങനെയാണ് എടുത്തത്, 300xഉം 200xഉം സമ്മ് 500x എന്നാണ് എടുത്തത്. അപ്പോൾ 500ന്റെ 6/25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 120 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ എംപ്ലോയീസ് ഇൻ ദ കമ്പനി 120 എന്നെടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ എംപ്ലോയീസ് ഇൻ ദ കമ്പനി എന്ന് പറയുന്നത് 120 ആണ് വാല്യൂ കിട്ടുന്നത്.
അപ്പോൾ നമ്മളിന്നൊരു 15 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. റിമൈനിങ് 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉറപ്പായിട്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതിൽ ഈ പറഞ്ഞതുപോലെ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഹാഫ് നമുക്ക് ചെയ്യാൻ പറ്റി. അടുത്ത ഹാഫ് നമ്മൾ അടുത്ത ക്ലാസ് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.